ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 81 ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഹി ഡാഷ് എ മൂവി എവറി സൺഡേ. ആൻസർ ഓപ്ഷൻ എ, വാച്ചസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വാച്ചസ് വന്നത്? ഇവിടെ ഒരു വാക്കുണ്ട്, എവറി സൺഡേ എന്നൊരു വാക്കുണ്ട്. അതായത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എവരി സൺഡേ, സ്ഥിരമായിട്ട് സൺഡേയിൽ മൂവി കാണാൻ പോകും. അപ്പോൾ ഏത് ടെൻസാണ് അവിടെ വരേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പിന്നീട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കാൻ, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, പ്രോവർബ്സ്, കൊട്ടേഷൻസ്, മാക്സിംസ് എന്നിവയെ സൂചിപ്പിക്കാൻ, ഹിയർലോ, ദെയർലോ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് കമൻട്രീസിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. അതായത് ക്രിക്കറ്റ് കമൻട്രി, ഫുട്ബോൾ കമൻട്രി, അങ്ങനെയുള്ള കമൻട്രീസിൽ ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. വസ്തുനിഷ്ഠവും കാലാതീതവുമായ സംഭവത്തെ സൂചിപ്പിക്കുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ക്യാച്ച് വേർഡ്സ് അതിനകത്ത് കാണും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൾവേസ്, ആൾവേസ്, ജനറലി, ഓഫൺ, യൂഷ്വലി, റയർലി, ഡെയിലി, every month, never, seldom. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ ഈ വാക്കുകളെല്ലാം ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഏത് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 82. A large group of insect moving in a mass is called. ആൻസർ ഓപ്ഷൻ സി, സ്വാൻ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കളക്റ്റീവ് നൗൺസ് ആണ് അല്ലേ? പിന്നെ ഇൻസെക്റ്റിൻ്റെയും ഫ്ലൈയുടെയൊക്കെ കളക്റ്റീവ് നൗണാണ് ഏത്? സ്വാം എന്ന് പറയുന്നത്. ഇനി ഫ്ലോക്ക് എന്ന് പറയുന്നതോ? ഫ്ലോക്ക്, ബേർഡ്, ഡക്ക്, ക്യാമൽസ്, ഷീപ്പ് തുടങ്ങിയവയുടെ കളക്റ്റീവ് നൗണാണ് ഫ്ലോക്ക്. ഹേർഡ് ആണോ? ബഫലോസ്, കാറ്റിൽ, കൗ, ഡീർ, എലിഫൻസ്, ജിറാഫ്സ്, ഗോട്ട് തുടങ്ങിയവയുടെയൊക്കെ ഏതാണ്? ഹേർഡാണ് കളക്റ്റീവ് നൗൺ. ഇനി പ്രൈഡ് എന്ന് പറയുന്നത് ലയൺസിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ്. ലയൺസിൻ്റെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? പ്രൈഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 83. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദേ ടോക്ക്ഡ് ഫോർ ഡാഷ് അവർ എബൌട്ട് ദ വണ്ടർഫുൾ പെർഫോമൻസ്. ആൻസർ ഓപ്ഷൻ ബി, ആൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആൻ വന്നത്? സാധാരണ സ്വരാക്ഷരങ്ങളിലെ ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. പിന്നീട് എന്താ ഇവിടെ ആൻ എന്ന് വന്നത്? ഇവിടെ എച്ച് സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എച്ച് സൈലൻ്റ് ആയി വരുന്നിടത്തും ആനാണ് ഉപയോഗിക്കുന്നത്. ഓണസ്റ്റ്, ഓണറബിൾ തുടങ്ങിയവയൊക്കെ എച്ച് സൈലൻ്റ് ആയി വരുന്ന വാക്കുകളാണ്. അവയുടെയൊക്കെ മുമ്പിൽ ഏതാണ് വരുന്നത്? ആനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 84. വിച്ച് among the following is a synonym of the word dismal? ആൻസർ ഓപ്ഷൻ ബി, ഗ്ലൂമി. ഇപ്പോൾ ഡിസ്മാളിൻ്റെ സിനോണിം ഏതാണ്? ഗ്ലൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 85. ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ടുമാറോ? ദ മാനേജർ ആസ്ക്ഡ് us. ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ആൻസർ ഓപ്ഷൻ എ. The manager asked us whether we could start the project the next day. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വന്നത്? അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ടുമാറോ? യെസ് ഓർ നോ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നീട് സബ്ജക്റ്റ് ഓഫ് ദ ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് കം ജസ്റ്റ് ആഫ്റ്റർ ഇഫ് ഓർ വെദർ. അപ്പോൾ സബ്ജക്റ്റ് ഏതാണ്? യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ യു ഈ വെദറിന് തൊട്ട് ശേഷം ആയിട്ട് വരണം.
അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ എ നോക്കാം. ദ മാനേജർ ആസ്ക്ഡ് അസ് വെദർ ദറിന് ശേഷം യു ഇവിടെ എന്താണ് ആവുന്നത്? വി ആകും. ക്യാൻ കുഡ് ആവും. വി കുഡ് സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവും. അപ്പം അത് ഓപ്ഷൻ എയിൽ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. വേറെ എങ്ങും അത് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക്. വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റഡ്? ആൻസർ ഓപ്ഷൻ ഡി, റൺ ഔട്ട്. അപ്പോൾ റൺ ഔട്ടിൻ്റെ അർത്ഥം എന്താണ്? കം ടു ആൻ എൻഡ് എന്നാണ് റൺ ഔട്ടിൻ്റെ അർത്ഥം. കം ടു ആൻ എൻഡ്. കം ടു ആൻ എൻഡ് എന്നാണ് റൺ ഔട്ടിൻ്റെ അർത്ഥം. റൺ ഇൻ ക്വാറൽ വിത്ത് സംവൺ. റൺ ഇന്നിൻ്റെ അർത്ഥം എന്താണ്? ക്വാറൽ വിത്ത് സംവൺ. റൺ ഓണിൻ്റെ അർത്ഥം എന്താണ്? കണ്ടിന്യൂ വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. കണ്ടിന്യൂ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എന്നാണ് റൺ ഓണിൻ്റെ അർത്ഥം. റൺ ഡൗൺ, ക്രിട്ടിസൈസ്. റൺ ഡൗണിൻ്റെ അർത്ഥം എന്താണ്? ക്രിട്ടിസൈസ്. അടുത്ത ക്വസ്റ്റ്യൻ 87. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഹീ സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ, ഡസ് ഹി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡസ് ഹി ആൻസർ ആയിട്ട് വന്നത്? ഇവിടെ സെൽഡം എന്നുള്ളൊരു വാക്ക് കിടപ്പുണ്ട്. അപ്പോൾ സെൽഡം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ ഏതൊക്കെയാണ് നെഗറ്റീവ് വാക്കുകൾ? ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, നോബഡി, നോ വൺ, നൺ, നത്തിങ്, നെവർ. ഏതൊക്കെയാണ്? ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, നോബഡി, നോ വൺ, നൺ, നത്തിങ്, നെവർ തുടങ്ങിയവ നെഗറ്റീവ് വാക്കുകളാണ്. സെൽഡവും ഉണ്ട്. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ടാഗ് എന്ത് വേണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് എന്നുള്ളത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഡസ് പ്ലസ് ആൻസർ ആണ് ആൻസേഴ്സ്. അപ്പോൾ അവിടെ ആക്സിലറി വെർബ് ഡസ്. അപ്പോൾ ഇവിടെ എൻഡ് വേണ്ട, നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. അപ്പം ഡസ്, സബ്ജക്റ്റ് ഹി. അപ്പോൾ ഹി, ഡസ് ഹി. അങ്ങനെയാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ എ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 88. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദ വേർഡ് അപ്രോപ്രിയേറ്റ്? ആൻസർ ഓപ്ഷൻ സി, ഇൻഅപ്രോപ്രിയേറ്റ്. അപ്പം അപ്രോപ്രിയേറ്റിൻ്റെ ആന്റോണിം ഏതാണ്? ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അടുത്തത് 89. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇൻ ദിസ് സെൻറ്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ആസ് നൗൺ. ആൻസർ ഓപ്ഷൻ ഡി, നൗൺ. അപ്പം നൗൺ ആയിട്ടാണ് ഇവിടെ വാക്കിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെർബ് ഏതാണ്? ഈസാണ് ഇവിടുത്തെ വെർബ്. വാക്കിംഗ് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ നൗൺ ഫോമായിട്ടാണ് വാക്കിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. വെർബ് ഈസാണ്. അടുത്ത ക്വസ്റ്റ്യൻ 90. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി, വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇവിടെ ആൻസർ ആയിട്ട് വന്നത്? ഇവിടെ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാർഡ് റിഹേഴ്സ്ഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം വരേണ്ടത്? വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം. അപ്പോൾ ഇവിടെ വുഡുണ്ട്, ഹാവ് പ്ലസ് V3 ഫോം ഓഫ് വെർബ് ഉണ്ട്. ഹാവ് വൺ. അപ്പോൾ ഏതാണോ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ അത് കറക്റ്റാക്കി വരുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 91. എ പേഴ്സൺ ഹൂ ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയേഴ്സ് മാജിക്കൽ ഈസ് കാൾഡ്. ആൻസർ ഓപ്ഷൻ സി, കൺജറർ. അടുത്തത് 92. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറഗുലർ വെർബ്. ആൻസർ ഓപ്ഷൻ ഡി, റൺ. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നത്? മറ്റ് വെർബുകൾ നോക്കുക. ജമ്പ്, വാക്ക്, മൂവ്. അപ്പോൾ അതിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് പറയുന്നത്? ജംപ്ഡ്, വാക്ക്ഡ്, മൂവ്ഡ് അല്ലേ? ഇ ഡി അല്ലെങ്കിൽ ഡി ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ആവും. പക്ഷെ റണ്ണിന് അങ്ങനെയാണോ? റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റാനാണ്. അപ്പോൾ എങ്ങനെ ഇ ഡി അല്ലെങ്കിൽ ഡി ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് കിട്ടാത്ത വെർബുകളെ പറയുന്ന പേരാണ് ഇറഗുലർ വെർബ്. ഈറ്റ്, ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഏറ്റ് ആണ്. ഇതുപോലെ എന്താണ് ഇറഗുലർ വെർബ്?
ഒരു വെർബിൻ്റെ ഇ അല്ലെങ്കിൽ ഡി ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് കിട്ടാത്ത വെർബുകളെ പറയുന്ന പേരാണ് ഇറഗുലർ വെർബുകൾ. അടുത്ത ക്വസ്റ്റ്യൻ 93. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ റൈറ്റ് പ്രിപ്പോസിഷൻ. ദെയർ ഈസ് എ റിവർ ഡാഷ് മൈ ഹൗസ്. ആൻസർ ഓപ്ഷൻ എ, ബിസൈഡ്. ബിസൈഡിൻ്റെ അർത്ഥം എന്താണ്? ബിസൈഡിൻ്റെ അർത്ഥം അരികിൽ അഥവാ തീരം എന്നൊക്കെയാണ്. ബിസൈഡിൻ്റെ അർത്ഥം എന്താണ്? അരികിൽ, തീരം തുടങ്ങിയവയാണ്. ബിസൈഡ്സിൻ്റെ അർത്ഥം എന്താണ്? കൂടാതെ. ബിസൈഡ്സിൻ്റെ അർത്ഥം കൂടാതെ. എപ്പോഴും തിരിഞ്ഞു പോകുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണിത്. ബിസൈഡിൻ്റെ അർത്ഥം അരികിൽ, ബിസൈഡ്സ് കൂടാതെ. ബിസൈഡ് അരികിൽ, ബിസൈഡ്സ് കൂടാതെ. അടുത്ത ക്വസ്റ്റ്യൻ 94. ദ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻ ദിസ് സെൻറ്റൻസ് ഓഗസ്റ്റ് ആസ് ആൻ adjective means. Answer option D, impressive. അടുത്ത ക്വസ്റ്റ്യൻ 95. No sooner had she left the house dash it started raining. Complete the sentence using the right option. Answer option C, than. അപ്പോൾ ഇവിടെ നോ സൂണറിൻ്റെ കൂടെയും റാദറിൻ്റെ കൂടെയൊക്കെ വരുന്നത് ഏതാണ്? ദാനാണ്. നോ സൂണറിൻ്റെ കൂടെയും റാദറിൻ്റെ കൂടെയൊക്കെ വരുന്ന ഏതാണ്? ദാൻ എന്ന വാക്കാണ് വരുന്നത്. അതുപോലെ ഹാർഡ്ലി, സ്കേഴ്സ്ലി തുടങ്ങിയവയുടെ കൂടെ വരുന്നത് വെൻ ആയിരിക്കും. ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വാക്ക് ഏതായിരിക്കും? വെൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വച്ചേക്കുക. നോ സൂണർ, റാദർ തുടങ്ങിയവയുടെ കൂടെ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ദാൻ. ഹാർഡ്ലി, സ്കേഴ്സ്ലിയുടെ കൂടെ വരുന്നത് വെൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 96. വിച്ച് among the following is the correctly spelled word? ആൻസർ ഓപ്ഷൻ ബി, ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 97. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ഫോളോയിങ് അസ്. ആൻസർ ഓപ്ഷൻ സി, വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. അപ്പോൾ എന്തുകൊണ്ടാണ് വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം എന്ന് വന്നത്? ഇവിടെ ഇത് ഏത് ടെൻസാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഈസ്, ഫോളോയിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലോട്ടാക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ഓബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് ഏജൻ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഫോം. എങ്ങനെയാ? ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വി എന്നുള്ളത് അസ് ഓബ്ജക്റ്റ് അല്ലേ? വി ആർ ബീയിങ്. ഈ പ്ലൂറൽ ആയതുകൊണ്ട് ആർ വന്നു. പിന്നെ അതിൻ്റെ കൂടെ ഏത് ചേർക്കണം? ബീയിങ് ചേർക്കണം. ഫോളോയിങ്ങിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫോളോഡ്, ബൈ ദം, ദേ ദം ആവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നത് സി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 98. വി ഹാവ് എ ഹെർക്കുലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇൻ ദിസ് സെൻറ്റൻസ് ഹെർക്കുലിയൻ ടാസ്ക് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ ഡി, ടഫ് ടാസ്ക്. അപ്പോൾ ടഫ് ടാസ്കിനാണ് ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 99. നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് സ്റ്റുഡിയോസ് ആസ് നീത. വിച്ച് സെൻറ്റൻസ് എമംഗ് ദ ഫോളോയിങ് കൺവേസ് ദ സെയിം മീനിങ്? ആൻസർ ഓപ്ഷൻ ബി, നീത ഈസ് ദ മോസ്റ്റ് സ്റ്റുഡിയോസ് ഗേൾ ഇൻ ദിസ് ക്ലാസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വന്നത്? അപ്പം നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ് ആ സ്റ്റുഡിയോസ് ആസ് നീത എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ദ മോസ്റ്റ് അല്ലെങ്കിൽ ദ മോർ അല്ലെങ്കിൽ ബെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതിനകത്ത് വരണം. അപ്പോൾ ഇവിടെ ദ മോസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഏതിനകത്താണ്? ബി ഓപ്ഷനകത്ത് മാത്രമാണ് വന്നിരിക്കുന്നത്. അർത്ഥം മാറാതെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് വന്നിരിക്കുന്നത് ഏത് സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 100. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ്. ആൻസർ ഓപ്ഷൻ എ, പോസ്റ്റ് മെറിഡിയൻ. അപ്പോൾ PM എങ്ങനെയാണോ എക്സ്പാൻഡ് ചെയ്യുന്നത്? പോസ്റ്റ് മെറിഡിയൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ആവർത്തിച്ച് വരുന്നതാണ്. എല്ലാം അതിൻ്റെ ഗ്രാമർ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ നല്ലപോലെ നോക്കി വെച്ചേക്കുക. ഇത് തന്നെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യനിലും ആവർത്തിച്ച് വരുന്നത്.